നമസ്കാരം. മരാളികയുടെ മലയാള അധ്യായത്തിലേക്ക് സ്വാഗതം. ഇത് മലയാളം എഴുത്തിന്റെ 4ാം ഭാഗം ആണ്. അക്ഷരം ങ. കവർഗ അവസാനത്തെ അക്ഷരം. എഴുതുന്ന രീതി മനസ്സിലാക്കൂ. ശ്രദ്ധിച്ചു നോക്കൂ. എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നവും ദ എന്ന അക്ഷരവും ചേർത്തി എഴുതിയാൽ ങ എന്ന ഈ അക്ഷരം കിട്ടും. അക്ഷരം ஞ. ചവർഗ അനുനാസിക അക്ഷരം. ഈ അക്ഷരത്തിന്റെ ആദ്യ ഭാഗത്തും എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം ഉണ്ട്. ഈ സ്വരാക്ഷരത്തിന്റെ ചിഹ്നത്തോടു കൂടെ ത ചേർത്തി എഴുതിയാൽ ஞ എന്ന അക്ഷരം കിട്ടും. എഴുതുന്ന രീതി ശ്രദ്ധിക്കൂ. അക്ഷരം ണ. ടവർഗ അനുനാസിക അക്ഷരം. ണ എങ്ങനെ എഴുതുന്നു എന്ന് ശ്രദ്ധിക്കൂ. ആദ്യം എ എന്ന സ്വരത്തിന്റെ ചിഹ്നം എഴുതി അതിനോട് ചേർത്ത് ണ ടവർഗ അവസാനത്തെ അക്ഷരം ണ എഴുതിയാൽ ണ എന്ന ഈ അക്ഷരം കിട്ടും. അക്ഷരം ബ. പവർഗ മൂന്നാമത്തെ അക്ഷരം. ഈ അക്ഷരം എഴുതുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിക്കൂ. ആദ്യം എ എന്ന സ്വരാക്ഷരത്തിന്റെ ചിഹ്നം എഴുതി അതിനോട് ചേർത്ത് വ എഴുതിയാൽ ബ എന്ന ഈ അക്ഷരം കിട്ടും. അക്ഷരം എ. ഈ അക്ഷരം എങ്ങനെ എഴുതുന്നു എന്ന് ശ്രദ്ധിക്കൂ. പ, റ എന്നീ അക്ഷരങ്ങൾ ഇതിൽ കാണാവുന്നതാണ്. ആദ്യം പ എഴുതി അതിനോട് കൂടെ റ എഴുതിയാൽ എ എന്ന ഈ അക്ഷരം കിട്ടും. അക്ഷരം എ. ദീർഘാക്ഷരം. ഈ അക്ഷരം എഴുതുന്നതിനായി ആദ്യം പ എഴുതി അതിനോട് ചേർത്ത് ദ എഴുതണം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ. അക്ഷരം ഘ. കവർഗ നാലാമത്തെ അക്ഷരം. ഈ അക്ഷരം എഴുതുന്നതിനായി ആദ്യം പ എഴുതി ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ അതിനോട് ചേർത്ത് ല എഴുതണം. അക്ഷരം അ. ആദ്യ അക്ഷരം. ആ എഴുതാനായി ആദ്യം ദ എഴുതി പിന്നെ റ അതിനോട് ചേർത്ത് എഴുതി അതിനുശേഷം ര ചേർത്ത് എഴുതണം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ശ്രദ്ധിക്കൂ.